ഒരു പാർട്ടിയെ രണ്ട് തവണ പിളർത്താൻ പറ്റുമോ? കേരളത്തിൽ ആ രീതിയിൽ പിളർന്ന് ഒടുവിൽ തളർന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. വളരുംതോറും പിളരുമെന്ന തമാശ രൂപത്തിൽ കേരള കോൺഗ്രസിനെ രാഷ്ട്രീയ നിരീക്ഷകർ പരിഹസിക്കാറുണ്ട്. സമാന രീതിയിൽ ഉത്തരേന്ത്യയിൽ ഒരു പാർട്ടി വീണ്ടും പിളരുവാനുള്ള ഒരുക്കത്തിലാണ്. ഒരു വ്യത്യാസമുള്ളത്, ഇവിടെ പിളരുകയല്ല, മറിച്ച് പിളർത്തുകയാണ് BJP. ഇത് രണ്ടാം വട്ടമാണ് ഒരു പാർട്ടിയെ തന്നെ പിളർത്തുന്നത്. പറഞ്ഞു വരുന്നത് ഉദ്ധവ് താക്കറെ പക്ഷത്തിന്റെ ശിവസേനയെക്കുറിച്ചാണ്. 4 വർഷം മുമ്പ് ശിവസേനയെ പിളർത്തി ഏകനാഥ് ഷിൻഡെ പുറത്തുപോയി മറ്റൊരു ശിവസേന ഉണ്ടാക്കിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ച കാര്യമാണ്. അന്ന് ഭൂരിഭാഗം MLA-മാരും ഷിൻഡെയ്ക്കൊപ്പം നിന്നു. ഇതോടെ ഉദ്ധവ് സർക്കാർ അന്ന് നിലം പതിച്ചു. 4 വർഷങ്ങൾക്കിപ്പുറം BJP വീണ്ടും രംഗത്തു വന്നു. ഇക്കുറി ശിവസേന ഉദ്ധവ് പക്ഷത്തെ MP-മാരാണ് അവരുടെ ലക്ഷ്യം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റിൽ വിജയിക്കാൻ ഉദ്ധവ് പക്ഷത്തിന് സാധിച്ചിരുന്നു. ഈ 9 MP-മാരെ കോടികൾ വീശിയെറിഞ്ഞ് വരുതിയിലാക്കുവാനാണ് BJP ശ്രമിക്കുന്നത്. പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ കോടികളാണ് BJP വീശിയെറിയുന്നത്. ആം ആദ്മി പാർട്ടിയിലെയും തൃണമൂൽ കോൺഗ്രസിലെയും MP-മാരെ പാട്ടിലാക്കി കഴിഞ്ഞു. ഒടുവിലാണ് ശിവസേന ഉദ്ധവ് പക്ഷത്തെ പൂട്ടാൻ BJP കോടികളുമായി ഇറങ്ങിയിരിക്കുന്നത്. ശിവസേനയിൽ UBTയിൽ നിന്ന് പാർലമെന്റ് അംഗങ്ങളെ പണം നൽകി വിലക്കെടുക്കാൻ നീക്കം നടക്കുന്നുവെന്ന് രാജ്യസഭ MP സഞ്ജയ് റാവുത്താണ് ആരോപിച്ചിരിക്കുന്നത്. ഓരോ MPക്കും 15 കോടി രൂപ വീതം ഷിൻഡെ പക്ഷം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതും അറപ്പുളവാക്കുന്നതുമായ നീക്കങ്ങളാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നതെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. MP-മാരെ ചാക്കിട്ടുപിടിക്കാൻ ചാർട്ടേഡ് വിമാനങ്ങൾ വരെ ഉപയോഗിക്കുന്നുവെന്ന ആരോപണവും സഞ്ജയ് റാവുത്ത് ഉന്നയിച്ചിട്ടുണ്ട്. നന്ദേഡ് വിമാനത്താവളത്തിൽ നിന്ന് 2 MP-മാരെ കൊണ്ടുപോകാനായി സ്വകാര്യ വിമാനം അയച്ചതായി ചൂണ്ടിക്കാട്ടി. ഒരു റിക്ഷാ യാത്രയ്ക്ക് പോലും വകയില്ലാത്തവരായിരുന്നു വിമതരെന്നും താക്കറെ എന്ന പേരിന്റെ കരുത്തിലാണ് ഇവർ ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര ചെയ്യാൻ പാകത്തിൽ വളർന്നതെന്നും റാവുത്ത് പരിഹസിച്ചിട്ടുണ്ട്. BJPയും ഷിൻഡെ പക്ഷവും പണം വാഗ്ദാനം ചെയ്താലും ബാലാസാഹിബ് താക്കറെയുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നവർ കൂറുമാറില്ലെന്നും പറയുന്നുണ്ട് സഞ്ജയ് റാവത്ത്. 6 MP-മാർ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുമായി സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സഞ്ജയ് ദിന പാട്ടീൽ, സഞ്ജയ് ദേശ്മുഖ്, നാഗേഷ് പാട്ടീൽ അഷ്ടിക്കർ, ഓം രാജെ നിംബാൽക്കർ, ഭാവു സാഹിബ് ബക്ചൌരെ, സഞ്ജയ് ജാദവ് എന്നിവരാണ് ഈ പട്ടികയിലുള്ളത്. ഇതിനു പുറമെ രാജാഭോ വാജയും ഇവർക്കൊപ്പം ചേർന്നേക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ട്. അടുത്തിടെ ഉദ്ധവ് താക്കറെ തന്റെ വസതിയിൽ വിളിച്ച യോഗത്തിൽ നിന്ന് 5 MP-മാർ വിട്ടുനിന്നത് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു. ആദിത്യ താക്കറെയുടെ ജന്മദിനാഘോഷങ്ങളിൽ നിന്നും ഇതേ 5 MP-മാർ വിട്ടുനിന്നിരുന്നു. വിമത MP-മാർ ഡൽഹിയിൽ ഏകനാഥ് ഷിൻഡെയ്ക്കും മകനും MP-യുമായ ശ്രീകാന്ത് ഷിൻഡെയുടെ വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതായും വിവരമുണ്ട്. ഇവർ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കണ്ട് പ്രത്യേക ഗ്രൂപ്പായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാനാണ് സാധ്യതകൾ. ഇതിനുശേഷം ഇവർ ഷിൻഡെ പക്ഷവുമായി ലയിച്ചേക്കുമെന്നും പറയുന്നുണ്ട്. പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനത്തിന് മുൻപായി തൃണമൂൽ മാതൃകയിൽ ഉദ്ധവിന്റെ പാർട്ടിയിൽ നിന്ന് MP-മാർ NDA ക്യാമ്പിലേക്ക് മാറിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും ഏകനാഥ് ഷിൻഡെ പക്ഷത്തെ നേതാവും MLC-യുമായ കൃപാൽ തുമാനെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉദ്ധവ് പക്ഷത്താകെ 9 MP-മാരാണുള്ളത്. അവരിൽ 7 പേർ ഷിൻഡെ പക്ഷത്തേക്ക് മാറാൻ നീക്കം നടത്തുന്നുണ്ടെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. ഇവരുടെ നീക്കം കണ്ടറിഞ്ഞ് ഉദ്ധവ് ഞായറാഴ്ച MP-മാരുടെ യോഗം വിളിച്ചുകൂട്ടിയിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്തത് 4 പേർ മാത്രമാണ്. പാർട്ടിയോട് കൂറു പുലർത്തുന്നവർ മാത്രം കൂടെ നിന്നാൽ മതിയെന്നും ആരെയും നിർബന്ധിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും യോഗത്തിൽ ഉദ്ധവ് താക്കറെ പറഞ്ഞു. 2022-ൽ ഷിൻഡെ നടത്തിയ നീക്കം താൻ അറിഞ്ഞിരുന്നെന്നും ഉദ്ധവ് യോഗത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. പാർട്ടികളെ ഭിന്നിപ്പിക്കുന്ന BJP പ്രവണത ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും ശിവസേന നേതാക്കൾ പറയുന്നുണ്ട്. അതേസമയം ഡൽഹിയിൽ തങ്ങുന്ന MP-മാരെ രാഹുൽ ഗാന്ധി വിട്ട് അനുനയിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്.